കുറച്ച് ചോദ്യങ്ങളുണ്ടല്ലോ. ആരെയാണ്? സ്കെഡിക്ക് കുറച്ചധികം ചോദ്യങ്ങളുണ്ടല്ലേ? ഒരു ക്വസ്റ്റ്യനായിട്ട് ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കും. ഇതിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ചോദ്യം വായിക്കും. നിങ്ങളുടെ ആശ്രമത്തിലെ ഒരു ദിവസത്തെ ദിനചര്യകൾ എന്തൊക്കെയാണ്? അതൊരു വീഡിയോ ആയി ചെയ്യാമോ? അതെ. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നമ്പർ 1 അല്ലേ, നിങ്ങളുടെ ആശ്രമത്തിലെ ഒരു ദിവസത്തെ ദിനചര്യ. ആദ്യം ഞാൻ മ്യൂസിക്കുള്ള നേരം കൊടുക്കുന്നത്. അതായത് ആദ്യം മനസ്സിലാക്കേണ്ടത് ഒരു ആശ്രമം എന്നുള്ളൊരു കോൺസെപ്റ്റ് ഒന്നുമില്ല കേട്ടോ. നമ്മൾ കുറച്ച് പേര് കൂടി ഒരുമിച്ച് താമസിക്കുന്നു, നമുക്കിങ്ങനൊരു സാഹചര്യം കിട്ടി, അതുകൊണ്ട് നമ്മളിങ്ങനെ വന്ന് താമസിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ആശ്രമം എന്ന് പറയുന്നൊരു സങ്കല്പത്തിലോട്ട് കൊണ്ടുപോകത്തക്ക രീതിയിലുള്ള യാതൊന്നുമില്ല. പിന്നെ നമ്മുടെ ദിനചര്യ തീർച്ചയായിട്ടും വളരെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്. എന്താണ് നമ്മുടെ ദിനചര്യയായിട്ട് വരുന്നത്, നമുക്ക് ദിനചര്യയായിട്ട് വരുന്നത് എന്താണ് എന്ന് വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കി അറിയുകയും ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം പലപ്പോഴും നമ്മുടെ ദിനചര്യ എന്ന് പറയുന്നത് പലവർക്കും ചില ഉത്തരവാദിത്തങ്ങൾ, അടിച്ചേൽപ്പിക്കപ്പെട്ട ചില ഉത്തരവാദിത്തങ്ങളാണ് പലവരുടെയും ദിനചര്യയായിട്ട് വന്നിരിക്കുന്നത്. നമ്മുടെ ദിനചര്യ അങ്ങനെയല്ല. നമ്മുടെ ദിനചര്യ എന്ന് പറഞ്ഞാൽ നമ്മൾ വിശപ്പിന് ആഹാരം കഴിക്കുക ഒരു വളരെ പ്രധാനപ്പെട്ടൊരു ഭാഗമാണ്. ജീവിതത്തിൻ്റെ വളരെ വളരെ ഉത്തരവാദിത്തമേർന്ന ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യേണ്ട ഒരു മേഖലയാണ് നമ്മൾ ആഹാരം കഴിക്കുക. ആഹാരം കഴിക്കാൻ നമ്മൾ ഭക്ഷണം എങ്ങനെ പാകപ്പെടുത്തുന്നു, ഭക്ഷണത്തിന് വേണ്ടിയിട്ട് എടുക്കുന്ന ആ ഒരു ഭക്ഷണ വസ്തുക്കളെ നമ്മൾ എങ്ങനെയാണ് അത് എന്തൊക്കെയാണ് സെലക്ട് ചെയ്യുന്നത്, ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം നമ്മളെന്തെങ്കിലും പോയി മാർക്കറ്റിൽ വരുന്ന സാധനങ്ങൾ വാങ്ങി അങ്ങോട്ട് കഴിക്കുക അങ്ങനെയല്ല. എന്തുകൊണ്ട് ആ ഒരു ഭക്ഷണം പാകപ്പെടുത്താൻ എന്താണ് അതിന് കാരണമായിട്ട് നിൽക്കുന്നത്, നമ്മളെ എത്രത്തോളം നമ്മൾക്ക് തെളിച്ചം തരുന്ന ആഹാരമായിരിക്കണം, അത് വളരെ നിർബന്ധമാണ്. ഇപ്പം നമ്മൾ മുളക് പൊടി ഉദാഹരണത്തിന് പറയുന്നത്, മുളക് പൊടി നമുക്ക് എരിവുണ്ട് അല്ലേ, മുളക് പൊടിക്ക് എരിവാണ് വേണ്ടതെന്നാണ് എല്ലാവരും ധരിക്കുന്നത്. മുളക് പൊടിക്ക് എരിവല്ല മുളക് പൊടിയുടെ പ്രധാനപ്പെട്ട പങ്ക്. മുളക് പൊടി എന്ന് പറയുന്നതിനകത്ത് മുളകിൻ്റെതായിട്ടുള്ളൊരു സത്തുണ്ട്, അത് നമ്മളെ ഉണർത്തുന്നതാണ്. എരിവ് മാത്രമല്ല മുളകിൻ്റെ ഭാഗം. ഇപ്പോൾ മാർക്കറ്റിൽ നിന്ന് നമ്മൾ മുളക് പൊടി മേടിച്ച് കഴിഞ്ഞാൽ നല്ല എരിവുള്ള മുളക് പൊടിയൊക്കെ കിട്ടും, ചില ബ്രാൻഡഡ് മുളക് പൊടി. പക്ഷേ ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ വയറിന് ഒരുപാട് ദോഷം ചെയ്യും. പക്ഷെ ശരിക്കുമുള്ള മുളകാണെങ്കിൽ അതൊക്കെ ദോഷം ചെയ്യത്തില്ല. മനസ്സിലായി? ആ മുളക് സാധാരണ നമുക്ക് വൃത്തിയുള്ളൊരു മുളകാണെങ്കിൽ അത് നമുക്ക് ദോഷം ചെയ്യത്തില്ല, നമുക്കതിന് പകരം അത് നമുക്ക് ഗുണമേ ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ നമ്മുടെ ശ്രദ്ധയിൽ ഇങ്ങനെ കൊണ്ടുപോകുന്നൊരു ഭാഗമാണ് ദിനചര്യയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് വരുന്നത്. ആഹാരം എങ്ങനെ ക്രമീകരിക്കണം, എങ്ങനെ പാകപ്പെടുത്തണം. ഇപ്പോൾ നമ്മൾ പ്രഷർ കുക്കറിലൊക്കെ നേരത്തെ പാകപ്പെടുത്തുമായിരുന്നു. ഈ പ്രഷർ കുക്കറിൽ നിന്ന് സാവകാശം നമ്മൾ മാറി. കാരണം പ്രഷർ കുക്കറിൽ പാകപ്പെടുത്തിയെടുക്കുന്ന ആഹാരത്തിന് വലിയ ഗുണമില്ല, അല്ലേ? സാവകാശമില്ല, വലിയ ഗുണമില്ല. നമ്മൾ സാവകാശം അടുപ്പിൽ വെച്ച് അതും മൺചട്ടിയിൽ വെച്ച് പാകപ്പെടുത്തി എടുക്കുമ്പോൾ അതിൻ്റെ ഗുണനിലവാരം എപ്പോഴുമുണ്ട്. ഇപ്പോൾ നമ്മൾ ഗ്യാസിലാണ് പാചകം ചെയ്യുന്നത്, പക്ഷേ നമുക്ക് താല്പര്യമുണ്ട് വിറക് കത്തിച്ച് ഒരടപ്പിലോട്ട് മാറാനുള്ള ഒരു താല്പര്യമുണ്ട്. അത് സംഭവിക്കും, അത് സംഭവിക്കാതിരിക്കത്തില്ല. അപ്പോൾ ഭക്ഷണത്തിൻ്റെ ഭാഗം ഇങ്ങനെയൊക്കെയാണ് ഭക്ഷണത്തിൻ്റെ ഭാഗം പോകുന്നത്. രാവിലെ നമ്മൾ ഉറക്കം തീർന്നാലും നമ്മൾ എഴുന്നേക്കും. അത് എപ്പോഴാണ്? ചിലപ്പോൾ 3 മണിക്ക് ഉണരും, ചിലപ്പോൾ 4 മണിക്ക് ഉണരും, ചിലപ്പോൾ 5 മണിക്കായിരിക്കും, ചിലപ്പോൾ 6 മണിക്കായിരിക്കും, ചിലപ്പോൾ 7 മണിക്കായിരിക്കും, 8 മണിക്കായിരിക്കും. അതൊരു വലിയൊരു വിഷയമല്ല. ഉറക്കം തീർന്നു കഴിയുമ്പോൾ എഴുന്നേക്കും. അത് ആണ് നാച്ചുറലി സംഭവിക്കുന്നത്. വെള്ളം കുടിക്കും. പച്ചവെള്ളമാണ് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആദ്യം കഴിക്കുന്നത്. പക്ഷേ വെള്ളം കുടിക്കുന്നത് ശ്രദ്ധയോടുകൂടി ഇരുന്ന് സാവകാശം ഇരുന്ന് കുടിക്കാൻ സാധിക്കുന്നത് ഒരു വലിയൊരു ഭാഗ്യമായിട്ട് കരുതുന്നു. കാരണം വെള്ളം നമ്മുടെ ശരീരത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. അപ്പോൾ ഈ വെള്ളം ഭക്ഷിക്കുന്നത്, വെള്ളം നമ്മൾ സേവിക്കുന്നത് ശ്രദ്ധാപൂർവമാണ്. വെള്ളം ശരീരത്തിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു, ഇത് നമ്മുടെ ഒരു ദിവസത്തിൻ്റെ ഒരുപാട് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന്
നമ്മളെ മാറ്റി നിർത്തുന്നതാണ് വെള്ളത്തിൻ്റെ സാന്നിധ്യം. വെള്ളം നമ്മളിൽ പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വെള്ളത്തിൻ്റെ സാന്നിധ്യം നമ്മളിലുണ്ടെങ്കിൽ അപ്രസക്തമായിട്ടുള്ള കാര്യങ്ങളിലോട്ടൊന്നും നമ്മൾ തല കുടുക്കിയിട്ട് വരത്തില്ല. അങ്ങനെ വെള്ളം നമുക്ക് ഒരു വലിയൊരു നമ്മളുടെ ഒരു നിധിയാണ് വെള്ളം. അപ്പോൾ വെള്ളത്തെ അതുപോലെ പ്രണയിച്ചാണ് നമ്മൾ വെള്ളം സ്വീകരിക്കുന്നത്. വെള്ളവും ഭക്ഷണവും ഇങ്ങനെ പോകുന്നു. അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ ക്രമീകരണങ്ങളും ഇതിനോടൊപ്പം തന്നെ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുന്നു. ഇതിനിടയിൽ ആരെങ്കിലുമൊക്കെ വരും, ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ വിളിക്കും. ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ സംസാരിക്കും. ഓരോ വിഷയങ്ങൾ ഓരോരുത്തരും പല വ്യത്യസ്തമായ കുടുംബ സാഹചര്യത്തിൽ വന്നവരാണ്. അപ്പോൾ അവർക്കുണ്ടാകുന്ന ആ ഒരു ഉപബോധ മനസ്സിൽ കിടക്കുന്ന ചില സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഞങ്ങൾ പരസ്പരം ചർച്ച ചെയ്യും. അതിനകത്തു നിന്ന് തെളിഞ്ഞു വരുന്ന ചില കാര്യങ്ങളൊക്കെ അത് മനസ്സിലാക്കിയെടുക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ ചില ദിവസം ആരെങ്കിലുമൊക്കെ വരും, അവരും വന്ന് നമ്മുടെ കൂട്ടത്തിലിരിക്കും. നമ്മളെപ്പോലെ തന്നെ കൂട്ടത്തിൽ നിന്ന് സഹകരിച്ച് ഇങ്ങനെയൊക്കെ നമ്മളൊരു ദിവസം ക്ലബ് ഹൗസ് ഞങ്ങളെ വളരെ വൈറ്റമിൻ ക്ലബ് ഹൗസിൽ കയറുന്ന ഒരു സമയമുണ്ട്. രാവിലെ ചിലപ്പോൾ ഒരു 6 മണിക്ക് ക്ലബ് ഹൗസ് സ്റ്റാർട്ട് ചെയ്യും, ചിലപ്പോൾ 5 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും, ചിലപ്പോൾ 7 മണിക്കായിരിക്കും, ചിലപ്പോൾ 8 മണിക്കായിരിക്കും, ചിലപ്പോൾ 3 മണിക്കായിരിക്കും. അതെ, ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്തൊന്നും ഉണ്ടാവില്ല. ഇങ്ങനെ ക്ലബ് ഹൗസിൻ്റെ ഒരു ഭാഗത്തൂടെ പോകും. പിന്നെ യൂട്യൂബിന് വേണ്ടിയിട്ട് നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്യും. അതെ, മനസ്സിലായി. അത് മെയിൻ ഗോൾ എന്ന് പറയുന്നത് മനുഷ്യരുമായിട്ട് സഹകരിക്കുക എന്നുള്ളത് മാത്രമാണ്. വേറെ പ്രത്യേകിച്ച് നമ്മളൊരു ദിനചര്യയിലുള്ള താല്പര്യം വരുന്നത് ഇങ്ങനെയൊക്കെ. കാരണം ദിനചര്യയിലുള്ള കാര്യങ്ങളെ വൃത്തിയായിട്ട് കൈകാര്യം ചെയ്തതിന് ശേഷമാണ് നമുക്ക് നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ആ ഒരു ഭക്തി അല്ലെങ്കിൽ വ്യക്തിയുടെ ആന്തരിക വ്യവസ്ഥയുമായിട്ടുള്ള ബന്ധത്തിനുള്ള സാഹചര്യം കിട്ടുന്നത്. അപ്പോൾ ദിനചര്യ വൃത്തിയായിട്ട് കൊണ്ടുപോയാൽ മാത്രമേ യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ യാതൊരു പ്രതികൂല സാഹചര്യവുമില്ലാതെ നമ്മുടെ ആന്തരിക വ്യവസ്ഥയുമായിട്ടുള്ള ബന്ധം കൈവരിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ദിനചര്യ വളരെ പ്രധാനപ്പെട്ടതാണ്. അത് വളരെ വൃത്തിയോടുകൂടി കൈകാര്യം ചെയ്യേണ്ടതാണ്. അതുകൊണ്ടാണ് നമ്മളതിന് ഇത്രയും ഏറെ അധികം വിശദീകരിച്ചിട്ടൊന്നുമില്ല. ഇതിനേക്കാൾ കൂടുതൽ വിശദീകരണത്തിൻ്റെ ആവശ്യമുള്ളത് തന്നെയാണ് ദിനചര്യയിൽ. കാരണം ആ പ്രവൃത്തി, ഓരോ ചെയ്യുന്ന പ്രവൃത്തിയും നമ്മുടെ ഉള്ളിലോട്ടുള്ള ഭക്തിയിലോട്ട് അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള സൂക്ഷ്മതലവുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് ദിനചര്യയിൽ വളരെയേറെ ശ്രദ്ധ വേണം. ദിനചര്യ വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ചെയ്യുന്ന പ്രവൃത്തിയെല്ലാം നമ്മുടെ ആന്തരിക വ്യവസ്ഥയെ ഉണർത്താൻ വേണ്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ട് ഒരിക്കലും അത് ഒരു ശ്രദ്ധയില്ലാതെ ചെയ്യേണ്ടതല്ല. അങ്ങനെ ശ്രദ്ധയില്ലാണ്ട് ദിനചര്യ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്കൊരിക്കലും നമ്മളുമായിട്ടുള്ള ബന്ധം ഉണർന്ന് കിട്ടത്തില്ല. നമുക്കൊരു ധ്യാനത്തിൻ്റെ സാധ്യത ദിനചര്യ വളരെ വൃത്തിയായിട്ട് കൊണ്ടുപോയാൽ മാത്രമേ കിട്ടത്തുള്ളൂ. അതുകൊണ്ടാണ് ദിനചര്യയിലൊരു ടൈം ടേബിൾ ഇല്ല. മനസ്സിലായോ? ടൈം ടേബിൾ ഇല്ല. കാരണം ആവശ്യം എന്താണോ ആ സന്ദർഭത്തിനനുസരിച്ച് സംഭവിക്കണം. അല്ലെങ്കിൽ ഇത്ര മണിക്ക് എഴുന്നേൽക്കണം, ഇത്ര സമയത്ത് ആഹാരം കഴിക്കണം, അങ്ങനെയല്ല. ഇന്നതേ കഴിക്കാവുള്ളൂ, അങ്ങനെയൊന്നുമില്ല. നമ്മൾ എല്ലാ ആഹാരവും കഴിക്കും, ഇറച്ചിയും മീനും പച്ചക്കറിയും എല്ലാം കഴിക്കും. ഇതെല്ലാം നമ്മളുടെ ശരീരത്തിൻ്റെ താല്പര്യമനുസരിച്ചാണ് കഴിക്കുന്നത്. അതല്ലാണ്ട് തോന്നിയവാസം കഴിക്കുകയല്ല, ശരീരത്തിൻ്റെ താല്പര്യത്തിനനുസരിച്ചാണ് കഴിക്കുന്നത്. അതിന് നമ്മൾ പാചകം ചെയ്യുന്നതിൻ്റെ രീതിയും ഒരു റെസിപ്പിയൊക്കെ നോക്കി ഇപ്പോൾ അവിയലുണ്ടാക്കി കഴിക്കുക, അവിയൽ സാമ്പാർ അങ്ങനെയുള്ള ഒരു ഭക്ഷണ രീതിയല്ല. നമ്മുടെ രീതിയിൽ നമ്മൾ ഭക്ഷണം പാചകം ചെയ്യും. എന്നുവെച്ചാൽ നമ്മൾക്ക് തോന്നിയാൽ ഇതിങ്ങനെ ചെയ്താൽ അത് ശരിയാകും, അങ്ങനെയാണ് നമ്മൾ ഭക്ഷണം പാകപ്പെടുത്തുന്നത്. അല്ലാതെ ഒരു കടലാസിൽ എവിടെയെങ്കിലും ഒരു കടലാസ് കുറിപ്പ് കിട്ടി, ആ കടലാസ് കുറിപ്പിൽ അവിയൽ ഉണ്ടാക്കേണ്ടത് ഇങ്ങനെയാണ്, അതുകൊണ്ട് അവിയൽ തന്നെ ഉണ്ടാക്കണമെന്ന് നമുക്കൊരു നിർബന്ധമില്ല. നമുക്ക് പച്ചക്കറി നമ്മൾ എടുത്ത് നമ്മുടെ രീതിയിൽ നമ്മൾ കറി വെക്കുന്നു. ചിലപ്പോൾ നമ്മൾ പാരമ്പര്യമായിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട്, കഴിക്കാറുണ്ട്. ഓക്കെ.